മനുഷ്യരെ ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സാഹോദര്യമാണ് എല്ലാ മതങ്ങളുടെയും കാതലെന്ന് സംസ്ഥാന സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നിരണം ജാമിയ അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഈ സംഘടന ആത്മീയ, ഭൗതിക, സാമൂഹിക, സാംസ്കാരിക മേഖലയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം വിശദാംശങ്ങളിൽ പോകാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി എന്നെ ചുമതലപ്പെടുത്തിയ സാംസ്കാരിക സംഘടന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമീൻ സഖാഫി നഗറിൽ നടന്ന സമ്മേളനത്തിൽ അൽ ഇഹ്സാൻ പ്രസിഡന്റ് ഹാജി പി എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഫൈസി ആമുഖ പ്രഭാഷണവും മലങ്കര ഓർത്തഡോക്സ് നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത മുഖ്യപ്രഭാഷണവും നടത്തി. ചോരാത്ത വീട് പദ്ധതിയും സിൽവർ ജൂബിലി പദ്ധതി പ്രഖ്യാപനവും മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ M സലീം, മാന്നാർ അബ്ദുൽ ലത്തീഫ്, KA കരീം, TM ത്വാഹ കോയ, അബ്ദുൾ സമദ് സാഹിൽ മൻസിൽ, അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, അഷ്റഫ് ഹാജി അലങ്കാർ, ഇസ്മയിൽ ഹാജി കോന്നി, സുനീർ സഖാഫി, അൽ ഹാഫിൽ നൗഫൽ മൗലവി എന്നിവർ സംസാരിച്ചു. കായംകുളത്ത് കുട്ടിയെ മർദ്ദിച്ചെന്ന കേസിൽ അറസ്റ്റിലായ BJP പ്രാദേശിക നേതാവ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി വേണം അന്വേഷണമെന്ന് ഗോപകുമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്മയുടെ പരാതി മേലെ അവരെ വിളിച്ചു, പോലീസ് വിളിച്ച് സംസാരിച്ചു, മനോജിനെ വിട്ടയച്ചു. ഒരു കാര്യമില്ല, സത്യാവസ്ഥ പോലീസിന് മനസ്സിലായി. അതിനുശേഷമാണ് SDPIയും CPMഉം ഇതിൻ്റെ നേതാക്കന്മാർ ഈ ഷാഫിയെ കാണുകയും അവരുടെ കുടുംബത്തെ കാണുകയും BJPയുടെ ഒരു പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ വളരെ ആസൂത്രിതമായി അദ്ദേഹത്തിനെതിരെ 308 വകുപ്പ്, അത് പോലീസ് വിളിച്ച എന്താ ഒന്ന് ഒപ്പിടാൻ വരണം, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഒപ്പിടാൻ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ 308 വകുപ്പ് ഇട്ട്, കൊലപാതക ശ്രമത്തിന് വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്ത് ഒരു കൊച്ചു കുട്ടിയുമായിട്ടുണ്ടായ പ്രശ്നം, അദ്ദേഹത്തിനാണ് ഏറ് കിട്ടിയ ആശുപത്രി പോയ ആൾ മനോജ്, അദ്ദേഹത്തെ 308 വകുപ്പിട്ട് ചികിത്സ പോലും നൽകാൻ അവസരമില്ലാതെ തലയൊന്ന് സ്കാൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ജയിലിലടച്ചു. കോടതി പക്ഷേ മാന്യമായിട്ട് അതിനകത്ത് നിലപാട് സ്വീകരിച്ചു. കോടതിക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം ഇത്രയും ക്രൂരമായ ഇതൊരു കൊലപാതകമാണ്. യഥാർത്ഥത്തിൽ ആ കാലന്മാരായിട്ടുള്ളത് ഇവിടുത്തെ CPMന്റെയും SDPIയുടെയും നേതാക്കന്മാരും പോലീസുമാണ്. കായംകുളത്ത് കുട്ടിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായി ജാമ്യത്തിലിറങ്ങിയ BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിൽ മനോജ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. CPMഉം SDPIയും ചേർന്ന് നടത്തിയ കൊലപാതകമാണ് മനോജിന്റെ മരണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആദ്യം മനോജിനെതിരെ കേസെടുക്കാതിരുന്ന പോലീസ് ഉന്നത ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് 308 വകുപ്പിട്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്തത്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് കോടതി മനോജിന് ജാമ്യം അനുവദിച്ചത്. DYSP, CI എന്നിവരെ മാറ്റി നിർത്തി സംഭവം അന്വേഷിക്കണമെന്നും മനോജിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും MV ഗോപകുമാർ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മനോജിന് ചികിത്സ ലഭ്യമാക്കാൻ പോലീസ് ഇടപെട്ടില്ല. സംഭവത്തിന് ശേഷം രൂക്ഷമായ സൈബർ ആക്രമണം മനോജ് നേരിട്ടിരുന്നു. മനോജിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MV ഗോപകുമാർ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മോനിഷ, കൃഷ്ണകുമാർ, രാംദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ പായിപ്പാട് പാലം മുതൽ വള്ളപ്പുര പാലം വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. മഴ പെയ്ത് ചെളിക്കുളമായ വഴിയിൽ തെന്നിവീണ് അപകടങ്ങൾ വർദ്ധിച്ചിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികളെന്നാണ് പരാതി. 2ാം വാർഡിലെ തന്നെ കണ്ണംകുളം പാലത്തിന്റെ സ്ഥിതിയും പരിതാപകരമാണ്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൊതുവഴിയാണിത്. പായിപ്പാട് പാലം മുതൽ തുടങ്ങുന്നു ദുരിതയാത്ര. വള്ളപ്പുര പാലം വരെയും വഴിയെന്നല്ല ചെളിക്കുളമെന്ന് വേണം പറയാൻ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആരംഭിച്ചുവെങ്കിലും പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ നിർത്തിവെച്ചുവെന്നാണ്
പ്രദേശവാസികളുടെ ആരോപണം. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അടുത്തിടെ റോഡിലൂടെ കുഴിയെടുത്തിരുന്നു. ഇത് ശരിയായി മൂടാത്തതാണ് വഴി പൂർണ്ണമായും നശിക്കാൻ കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു. 18 വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്ക് പൂർത്തീകരിക്കാതെ ബില്ല് മാറി കൊണ്ടുപോയി. അതിനെതിരെ ഞങ്ങൾ പഞ്ചായത്തിലും സെക്രട്ടറിക്കും പരാതി കൊടുക്കുകയുണ്ടായി. യാതൊരു നടപടി ഉണ്ടായില്ല. പിന്നെ വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസ് അന്വേഷണം വന്നു. അതിനുശേഷമാണ് ഇവിടെ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ വഴിയുടെ സെൻട്രൽ തന്നെ കുഴിച്ചിട്ട് അത് മണ്ണിട്ട് കൃത്യമായി ലെവൽ ചെയ്യുകയോ മൂടുകയോ ഒന്നും ചെയ്യാതെ അത് പോയി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുട്ടാർ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ വാർഡ് മെമ്പറായ ബോബൻ ജോസിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. കോൺട്രാക്റ്റിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കുഴിച്ചിടുന്ന പണി മാത്രമേ ഉള്ളൂ, മറ്റ് ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല, അത് നിങ്ങളുടെ മെമ്പറോട് പറയാം. അങ്ങനെ മെമ്പറും ഈ കോൺട്രാക്ടറും ആരും ഇതിനെ മുൻകൈ എടുക്കാതെ ഈ വഴി ഇപ്പം മഴയും കൂടി പെയ്തുകൊണ്ട് യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ ആയിരിക്കുകയാണ്. ഇവിടെ നിരവധി കിടപ്പ് രോഗികളുള്ള സ്ഥലമാണ്. എൻ്റെ അച്ഛൻ പോലും കിടപ്പ് രോഗിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ വണ്ടി വന്നിട്ട് ഇവിടെ താന്നു പോവുകയുണ്ടായി. വളരെ കഷ്ടപ്പെട്ടാണ് അവരെ കയറ്റിവിട്ടത്. കുഴികളിൽ മഴവെള്ളം നിറഞ്ഞതോടെ ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനടയായി സഞ്ചരിക്കുന്നവരും ഇവിടെ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. പായിപ്പാട് പാലത്തിന് മുൻപ് കൈവരികൾ ഉണ്ടായിരുന്നില്ല. ഒരു ഓട്ടോറിക്ഷ പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് വീണതോടെ അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ പിരിവിട്ട് പിന്നീട് കൈവരി നിർമ്മിക്കുകയായിരുന്നു. 2ാം വാർഡിലെ മറ്റിടങ്ങളിൽ വികസനം നടക്കുന്നുണ്ടെന്നും എന്നാൽ ഈ ഭാഗത്തേക്ക് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമാണ് ആരോപണം. കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾ എന്ന ഖ്യാതി നേടിയ പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. അതിലെ 2ാം വാർഡിൻ്റെ ദുരവസ്ഥയാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. കുടിവെള്ളമില്ല, വഴിയില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു വണ്ടിക്കാർ വരില്ല. പേഴ്സണൽ വണ്ടി ഞങ്ങൾക്ക് ഇതിൽ ഓടിക്കാൻ പറ്റില്ല. കുടിവെള്ളം തരാം എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇവിടെ പൈപ്പ് ഇട്ടത്. പൈപ്പിട്ട് മൂടി എന്നല്ലാതെ ഒരു വീട്ടിലേക്ക് പോലും ഇപ്പം കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ വഴി വൃത്തിയാക്കിയെങ്കിൽ തന്നെ നമുക്ക് വീടുകളിലേക്ക് കണക്ഷൻ വേണമെങ്കിൽ വീണ്ടും അത് കുത്തിപ്പൊളിക്കണം. വാർഡിൻ്റെ 2 അറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനത്തിൽ കഴിയുന്നു. മികച്ച പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. കുടിവെള്ളം വരുന്നു, പൈപ്പിൽ വെള്ളം വരുന്നു, വണ്ടിയിൽ വരുന്നു, റോഡ് സൗകര്യം ഏത് രീതിയിൽ വേണമെങ്കിലും കല്ല് കെട്ടുന്നു. അങ്ങനെയുള്ള പല പല പ്രവർത്തനങ്ങൾ അവിടെ നടക്കും. പക്ഷേ ഈ ഇടഭാഗത്ത് കിടക്കുന്ന ഒരു 10-25 വീട്ടുകാർ ഏത് രീതിയിലും ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ അനുഭവിക്കുന്നത്. ഈ കാണുന്ന വീട്ടിലെ ഗൃഹനാഥൻ യാത്രാ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ട ഒരു അനുഭവം നമുക്കിവിടെ ഉണ്ടായിട്ടാണ്. നമ്മൾ 2 വീലറിൽ കഷ്ടപ്പെട്ടാണ് നമ്മൾ വണ്ടി എത്തുന്നിടം വരെ കൊണ്ടുപോയത്. അങ്ങനെയുള്ള ദുരനുഭവങ്ങളിലും കൂടി ഞങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത്. 2ാം വാർഡിൽ തന്നെ മിത്രക്കരിപ്പള്ളിക്ക് കിഴക്ക് ഭാഗത്തായുള്ള കണ്ണംകുളം പാലവും അപകടാവസ്ഥയിലാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ കൈവരികൾ ഭൂരിഭാഗവും നശിച്ചു. കോൺക്രീറ്റ് തൂണുകൾ അടർന്ന് ബാക്കിയുള്ളവ ഏതു നിമിഷവും തോട്ടിലേക്ക് വീഴാവുന്ന സ്ഥിതിയിലുമാണ്. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് സ്കൂൾ, അമല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, മിത്രക്കരി പള്ളി, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കെല്ലാം ദിവസേന കുട്ടികളടക്കമുള്ള നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയാണിത്. ഈ വഴിയുടെയും കണ്ണംകുളം പാലത്തിൻ്റെയും ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. പരാതികൾ പറഞ്ഞു മടുത്തെന്നും ഇനി ജനങ്ങളൊന്നായി പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധ ധർണ. എല്ലാ കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക, സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താകുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൂട്ടധർണ. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഭാഗം ജീവനക്കാരോട്, പാർട്ട് ടൈം വിഭാഗം ജീവനക്കാരോട് യാതൊരു വിധത്തിലുള്ള അനുകൂലമായ സമീപനവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വിഭാഗം ജീവനക്കാരെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത് ഡെഡ് വുഡ് എന്നാണ്. എന്താ, ഒരു മരം ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് മരമെന്നാണ്. അതിനെ വെട്ടിയിട്ട് കഴിയുമ്പോഴാണ് തടി എന്ന് വിളിക്കുന്നത്, വുഡ് എന്ന് വിളിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ശമ്പള പരിഷ്കരണത്തിൽ പറയുകയാണ് ഡെഡ് വുഡ്, ചത്ത തടി എന്നാണ് ഈ വിഭാഗം ജീവനക്കാരെ
2004 ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ UDF ഗവൺമെന്റ് ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത്. ഇത് കേരളത്തിലെ സിവിൽ സർവീസിലെ ജീവനക്കാരോട് UDF ഗവൺമെന്റിനെടുത്ത സമീപനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പിന്നീട് 750 രൂപയും 1000 രൂപയും പിന്നീട് 4000 രൂപയും ഇപ്പോ 6000 പിന്നീട് 8000 രൂപ വരെയാക്കി ഇപ്പോൾ വിഭാഗം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ധർണാ യോഗത്തിൽ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് L മായ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P സജിത്, B സന്തോഷ്, ജില്ലാ സെക്രട്ടറി C സിലീഷ്, ട്രഷറർ N അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സേവനം പൂർത്തിയാക്കി ഈ മാസം 31 സർവീസിൽ നിന്നും വിരമിക്കുന്ന 47 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴയിൽ യാത്രയയപ്പ് നൽകി. കേരള പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് ഒരുക്കിയത്. ആലപ്പുഴ കച്ച് മേമൻ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്നവർക്ക് SP ഉപഹാര സമർപ്പണവും നടത്തി. ഞാൻ ദൈനംദിനമായിട്ട് ഇവരുമായിട്ട് ഇന്ററാക്ട് കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പോകുന്ന എന്തൊരു നഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അപ്പം ഇതേപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഉദ്യോഗസ്ഥര് റിട്ടയർ ആയി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നഷ്ടമാണ്. അവർക്ക് അത്രയും കാലത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസും അതൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ജീവിതം സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ തവണ ഫംഗ്ഷൻ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ വർക്ക് ചെയ്യുന്ന കാലം നമ്മുടെ വർക്കും നമ്മുടെ ലൈഫും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് തന്നെയാണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് പോലീസിലെ വർക്ക് പലപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പോലീസിൽ നിന്ന് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാത്രയയപ്പ് സമ്മേളനത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP ധനേഷ് അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദാസ്, ജില്ലാ സെക്രട്ടറി S സന്തോഷ്, ആലപ്പുഴ DYSP TB വിജയൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PM ബൈജു, ആലപ്പുഴ സൗത്ത് ഇൻസ്പെക്ടർ KP ടോംസൺ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങറ KC പാലത്തിനും ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിക്കുമിടയിൽ ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത എക്സിക്യൂട്ടീവ് അംഗം ഔസേപ്പച്ചൻ ചെറുകാട്. മഴ ശക്തമായാൽ ഈ ബോട്ട് സർവീസാണ് ഏക രക്ഷാമാർഗമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയും കനാലും പോളയും പുല്ലും തിങ്ങി നിറഞ്ഞ നിലയിലാണ്. ഇതിനിടയിൽ കൂടി ബോട്ടിന് പോകാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ് ജലഗതാഗത വകുപ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്നും കിടങ്ങറ KC പാലം വരെയുള്ള ബോട്ട് സർവീസ് നിർത്തിവച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇറിഗേഷൻ വകുപ്പിന് പോള വാരി നീക്കാൻ കഴിയുന്നുമില്ല. എന്നാൽ ഇക്കാരണങ്ങളാൽ ബോട്ട് സർവീസ് നിർത്തിവച്ചിരിക്കുന്നത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഔസേപ്പച്ചൻ ചെറുകാട് പറയുന്നു. ചങ്ങനാശ്ശേരിയിലേക്ക് വെള്ളപ്പൊക്ക സമയത്ത് പോകുവാനുള്ള ഏക മാർഗമാണ് SWTയുടെ ബോട്ട് സർവീസ്. ഇപ്പോൾ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ യാതൊരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ കിടങ്ങറ KC പാലത്തു നിന്നും ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി വരെ SWTD ബോട്ട് സർവീസ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് കിടങ്ങറ മുതൽ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി വരെ കനാലിൽ അമിതമായി പോള തിങ്ങി നിറഞ്ഞ് കിടക്കുന്നത് കാരണം ബോട്ട് പോകാൻ മാർഗമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബോട്ട് സർവീസ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. അപ്പോൾ അടിയന്തരമായി SWTയുടെ ബോട്ട് സർവീസ് പുനഃസ്ഥാപിക്കുകയും അടിയന്തരമായി കാര്യത്തിൽ ജലവിഭവ വകുപ്പ് ഈ പോള വാരി മാറ്റുവാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് നിർത്തിവെച്ച സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ പ്രവചനമുള്ള സ്ഥിതിക്ക് ആൾക്കാർക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തുവാനുള്ള ഏക രക്ഷാമാർഗമായ ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജലഗതാഗത വകുപ്പും ഇറിഗേഷൻ വകുപ്പും ഏതെങ്കിലും വിധത്തിൽ ഇതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് ഔസേപ്പച്ചൻ ചെറുകാട് ആവശ്യപ്പെട്ടു.
ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന കണ്ണന്റെ ജീവൻ രക്ഷിക്കാൻ തലവടി നിവാസികൾ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. തലവടി പഞ്ചായത്ത് 14-ാം വാർഡിൽ ആനപ്രമ്പാൽ വടക്ക് കൊച്ചമനം പഴയ ചിറ പരേതനായ രാധാകൃഷ്ണന്റെ മകനാണ് കണ്ണൻ. കണ്ണനും പഴയചിറ പറത്തറപ്പറമ്പിൽ സുഭാഷിന്റെ മകൻ സുമിത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാഴ്ച മുമ്പായിരുന്നു അപകടം. എടത്തുവ കോഴിമുക്ക് മിൽമയ്ക്ക് സമീപത്തായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ യുവാക്കളെ ഓടിക്കൂടിയ നാട്ടുകാർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കണ്ണനെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വന്നു. തലയോട്ടി ഇളക്കിയുള്ള ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 20 ലക്ഷം രൂപ ചെലവാകും. വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പിതാവ് മരിച്ചതോടെ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു കണ്ണൻ. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സഹോദരിയും കണ്ണനുണ്ടായിരുന്നു. വേണ്ടത്ര ചികിത്സ കിട്ടാതെ സഹോദരിയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കണ്ണനും അമ്മയും കൂടി വീട് പുതുക്കി പണിയാൻ തീരുമാനിച്ചെങ്കിലും അതിൻ്റെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമുള്ള പണം കണ്ടെത്താൻ യാതൊരു നിർവാഹവുമില്ല. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് കണ്ണനു വേണ്ടി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. തലവടി പഞ്ചായത്തിലെ 1 മുതൽ 7 വരെയും 14, 15 വാർഡുകളിലും എടത്തുവ പഞ്ചായത്തിലെ 4, 6, 7 വാർഡുകളിലും കണ്ണന്റെ ചികിത്സയ്ക്കായി ധനം സമാഹരിക്കാനാണ് സമിതിയുടെ തീരുമാനം. സമിതി രൂപീകരിക്കുന്നതിനായി തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, തലവടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുജി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് പി മത്തായി, ബിനു സുരേഷ്, പൊതുപ്രവർത്തകരായ ബിജു പാലത്തിങ്കൽ, സുഷമ സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കളറോഡ് ഭാഗത്ത് KSRTC ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് നിര്യാതനായി. കൈനഗരി തോട്ടുവാത്തല 10-ാം വാർഡിൽ കോമറത്തുശ്ശേരി വീട്ടിൽ ഉത്തമന്റെ മകൻ ഉല്ലാസാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയായിരുന്നു അപകടം. കൈനഗരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഉല്ലാസ്. കളർകോട് ഭാഗത്ത് വെച്ച് ബൈക്ക് KSRTC ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉല്ലാസിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. തോട്ടുവാത്തല ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കൈനഗരി ദേവരാജൻ മാസ്റ്ററുടെ 1-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാപരമായും സാഹിത്യപരമായും അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരോടൊപ്പം എത്ര ത്യാഗം പൂർണ്ണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് സാറിന്റെ ഒരു ശ്രമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധ്വാനം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒട്ടേറെ പേരിൽ ഒരാളാണ് ഞാൻ നെടുമുടിയാണ്. നെടുമുടി സ്കൂളുമായി ബന്ധപ്പെട്ട് ഒക്കെ അല്ലാതെ തന്നെ കഴിഞ്ഞ ഒരു 30 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതൊക്കെ നേരിട്ട് കാണുവാനും അത് സന്തോഷപൂർവ്വം വീക്ഷിക്കാനും ഒക്കെ കഴിഞ്ഞു. തീർച്ചയായും ഒരു വലിയ മനുഷ്യൻ, എന്തായാലും ആ മനുഷ്യനെ നമുക്ക് ഇങ്ങനെയെങ്കിലും നോക്കാൻ ഈ ഗ്രന്ഥശാല ശ്രമിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷം പകരുന്നത്. ഒരു വലിയ തലമുറയെ വാർത്തെടുത്ത ആ മനുഷ്യൻ തീർച്ചയായും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു അനുഗ്രഹം ആ കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഗ്രന്ഥശാല ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് സജിമോൾ സജീവ് അധ്യക്ഷയായിരുന്നു. PR മനോജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PK വിജയൻ, ദയാനന്ദൻ ആചാരി, TK പുരുഷോത്തമൻ, KT സുഗതപ്പൻ, ഗ്രന്ഥശാല സെക്രട്ടറി രാജിച്ചൻ ഉമ്പുക്കാട്, വൈസ് പ്രസിഡന്റ് KR സുരേഷ് എന്നിവർ സംസാരിച്ചു. സൈനികനും അധ്യാപകനും അറിയപ്പെടുന്ന കലാകാരനുമായിരുന്നു കൈനഗരി ദേവരാജൻ മാസ്റ്റർ. ചമ്പക്കുളം ഈസ്റ്റ് 4250 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഞായറാഴ്ച രാവിലെ ഗുരുക്ഷേത്രം പ്രാർത്ഥനാ ഹാളിലായിരുന്നു പരിപാടി. ശാഖയിലെ LKG മുതൽ ഡിഗ്രി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. SNDP കുട്ടനാട് സൗത്ത് യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് P സുപ്രമോദം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് K അനിൽകുമാർ അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ കരിക്കുലം കമ്മിറ്റി മുൻ അംഗം പ്രദീപ് അമ്പലപ്പുഴ മുഖ്യപ്രഭാഷണവും പഠനോപകരണ വിതരണവും നിർവഹിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗം KR അനിൽകുമാർ, ശാഖായോഗം സെക്രട്ടറി M മനീഷ്, വൈസ് പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
BJP നീലമ്പേരൂർ പഞ്ചായത്ത് കൈനടി 31 നമ്പർ ബൂത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഠനോപകരണങ്ങളും മെമന്റോയും നൽകി ആദരിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. BJP നീലമ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ R. വിനയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി VN മധു, BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PH ബിനീഷ്, KN സത്യപാലൻ, ടിറ്റോ ദേവസ്യ, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി സജന വിനോദ്, CK ഷൺമുഖദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാലയവും പരിസരവും വൃത്തിയാക്കി. പ്രവേശനോത്സവത്തിന് മുന്നോടിയായാണ് നമുക്കൊരുക്കാം അവർക്കായി നമ്മുടെ വിദ്യാലയം എന്ന മുദ്രാവാക്യമുയർത്തി സ്കൂളും പരിസരവും 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച് മനോഹരമാക്കിയത്. പുതിയ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം പെയിന്റിംഗ് ജോലികൾ ചെയ്തിരുന്നില്ല. പായൽ പിടിച്ച ഭിത്തികൾ വൃത്തിയാക്കി പുതിയ നിറങ്ങൾ നൽകിയതോടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ മാറി. മഴ പെയ്യുമ്പോൾ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ മെറ്റിലിട്ട് ഉയർത്തി മനോഹരമാക്കി. ചില മാസങ്ങൾക്ക് മുമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കൊടിമരം നിർമ്മിച്ചു നൽകിയിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കുരുന്നുകൾക്കായി അത്യാധുനിക നിലയിലുള്ള നഴ്സറിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ചർച്ചകൾക്കായി ചേർന്ന യോഗം റവറൻഡ് മാത്യു ജിലോനൈനാൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ റെജിൽ സാം മാത്യു അധ്യക്ഷനായിരുന്നു. എടത്തോ ഗ്രാമപഞ്ചായത്ത് അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബെറ്റി ജോസഫ്, എബി മാത്യു, അഡ്വക്കേറ്റ് ഐസക് രാജു, ജേക്കബ് ചെറിയാൻ, ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള തുടങ്ങിയവർ പങ്കെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വ്യത്യസ്തമായ രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെന്നിത്തല പോട്ടംകേരിൽ രാജീവ് ജി എന്ന കലാകാരൻ. 1 മാസത്തെ കഠിന പ്രയത്നത്തിൽ 40 ഏക്കർ പാടത്ത് രാജീവ് വരച്ചെടുത്തത് 750 സ്ക്വയർ മീറ്ററിൽ ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ചിത്രം. കവിയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാഹനങ്ങളുടെ സ്പ്രേ പെയിന്റിംഗ് ജോലി ചെയ്യുന്ന 42-കാരനായ രാജീവിന് 2007 തോന്നിയ ആഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുകയെന്നത്. 2012 ആദ്യമായി മദർ തെരേസയുടെ ചിത്രം വരച്ചായിരുന്നു തുടക്കം. പിന്നീട് APJ അബ്ദുൽ കലാം, ബോബി ചെമ്മണ്ണൂർ എന്നിവരെയും വരച്ചു നോക്കി. ഓരോ വർഷവും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാജീവ് പാടത്തിറങ്ങും. എന്നാൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പായി എത്തുന്ന വേനൽ മഴ ചിത്രങ്ങളെ വിഴുങ്ങും. ഇടയ്ക്ക് 3 വർഷം ദുബായിൽ ജോലിക്കായി പോയതോടെ പതിവ് ചിത്രം വര മുടങ്ങി. പിന്നീട് നാട്ടിലെത്തിയ രാജീവ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വീണ്ടും കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പാടത്ത് രേഖാചിത്രം ഒരുക്കിയ ശേഷം ഇത് ഓരോ കള്ളികളായി തിരിച്ചും കള്ളികളിൽ വൈക്കോൽ നിറച്ച് തീ കത്തിച്ചുമാണ് ചിത്രരചന. 1 മാസത്തോളം അവധിയെടുത്താണ് രാജീവ് ഈ ശ്രമങ്ങൾക്കിറങ്ങുന്നത്. ഇതുവരെ 4 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവാക്കിയതായി രാജീവ് പറയുന്നു. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുവരെ ശ്രമം തുടരാനാണ് തീരുമാനം. 2021, 22, 23, 24 സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈയിലെ രാജാവിൻ്റെ, ദുബൈയിലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത്. അത് ആദ്യം വരച്ചത് 40 ഏക്കറിലായിരുന്നു. രണ്ടാമത് 2022 വരയ്ക്കുന്നത് അത് 120 ഏക്കർ. 2023 വരച്ചത് 150 ഏക്കറായിരുന്നു വരച്ചത്. അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം, മഴയും വെള്ളമൊക്കെ വന്നത് കാരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പം അത് ഇപ്രാവശ്യം, അതായത് 2024 അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടം അത് മഴ പെയ്ത് കുറച്ചൊക്കെ കരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിപ്പോയി. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ 3x4 ഒരു ഫ്ലെക്സ് ബോർഡാണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് എത്രയാണോ വരയ്ക്കാൻ, എത്ര ഏക്കറിലാണോ വരയ്ക്കുക. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 40 ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത്. ദുബായ് ഭരണാധികാരിയുടെ ചിത്രം വരയ്ക്കുന്നതിന് സഹായത്തിനും കലാപരിശീലനത്തിനുമായി സഹോദരിയുടെ മകൻ 6ാം ക്ലാസ് വിദ്യാർത്ഥി ജിഫിനും സുഹൃത്ത് വിനോദിൻ്റെ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും ഒപ്പമുണ്ടായിരുന്നു. 20 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ ചിത്രരചന ആരംഭിച്ചെങ്കിലും ചിത്രം പൂർത്തിയാകാൻ 4 ദിവസങ്ങൾ ശേഷിക്കെ എത്തിയ വേനൽമഴയിൽ വെള്ളം നിറഞ്ഞ് ചിത്രം പാടെ നശിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വൈക്കോൽ കത്തിക്കുന്നതിനിടയിൽ പാടത്ത് തീ പടർന്നു പിടിച്ചാണ് 3000 സ്ക്വയർ മീറ്ററിൽ ഒരുക്കിയ ചിത്രം നശിച്ചത്. എന്നാലും തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഈ പെയിന്റിംഗ് തൊഴിലാളി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.